കൊച്ചിയിലെ വീട്ടിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ആളുകളുടെ ബഹളമാണ്. ഇന്നായിരിക്കും മാധവന്റെ മൃതശരീരം കൊണ്ടുവന്ന ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക എന്നാണ് ഇന്നലെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. എല്ലാവരും അന്വേഷിക്കുന്നത് മാമാട്ടിയെ തന്നെയാണ്. കാരണം അവരുടെ കുടുംബത്തിലെ അവരെ അറിയാവുന്ന എല്ലാവർക്കും ഒരു കാര്യം നന്നായിട്ട് അറിയാം. മാമാട്ടിയും അപ്പൂപ്പനും തമ്മിൽ എത്രമാത്രം അടുപ്പമാണ് എന്നുള്ളത്. തീരെ ചെറിയ കുട്ടിയല്ലാത്തത് കൊണ്ട് തന്നെ അപ്പൂപ്പൻ മരണപ്പെട്ട കാര്യമൊക്കെ തന്നെയും മാമാട്ടി അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അപ്പൂപ്പന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് എന്നോ അപ്പൂപ്പൻ ഇനി തിരിച്ചു വരില്ലല്ലോ എന്നുള്ള ദുഃഖവും അറിയാനുള്ള പ്രായം ആ കുരുന്നിന് ആയിട്ടില്ല എന്നും കൂടെ കൂട്ടിച്ചേർത്തേ മതിയാകൂ. ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നറിയാത്ത ഒരവസ്ഥയിലായിരിക്കും മാമാട്ടിയാണ് ആരാധകരെല്ലാവരും അന്വേഷിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ ഭാഗമായ അച്ഛൻ എന്ന കരുത്ത് നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് കാവ്യ. അതിനിടയിൽ മകൾ മാമാട്ടിയെ സമാധാനിപ്പിക്കാനൊന്നും തന്നെ കാവ്യയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു ആവതില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. ഈ സമയത്ത് മാമാട്ടിക്ക് സാന്ത്വനമാകുന്നത് ചേച്ചിയമ്മ തന്നെയാണ്. ചേച്ചിയമ്മയായ മീനാക്ഷിയാണ് മാമാട്ടിക്കിപ്പോൾ കരുത്ത് എന്ന് പറഞ്ഞേ മതിയാകൂ. അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതും അതുപോലെ തന്നെ ആശ്വാസവാക്കുകൾ പകർന്നതും മീനാക്ഷി തന്നെയാണ്. കാവ്യയോടൊപ്പം തന്നെ ഇന്ന് മീനാക്ഷിയുണ്ട്. മീനാക്ഷിയും കൊച്ചിയിൽ തന്നെയായിരുന്നു. കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് മീനാക്ഷി. അതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനും മീനാക്ഷിക്ക് സാധിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. തന്റെ അമ്മ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഏതൊരു കുഞ്ഞും കരഞ്ഞു പോകും. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് മാമാട്ടി ഇപ്പോൾ. അമ്മ കാവ്യ മാധവൻ നെഞ്ചുപൊട്ടി കരയുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് മാമാട്ടി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞത് മാമാട്ടി ഒന്ന് സമാധാനിപ്പിക്കാൻ കാവ്യയ്ക്ക് സാധിക്കുന്നില്ലല്ലോ എന്നാണ്. കാവ്യയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ദിലീപ് എത്തിയിട്ടോ സഹോദരൻ എത്തിയിട്ടോ കാവ്യയുടെ ആ അന്താളിപ്പ് മാറിയിട്ടില്ലായിരുന്നു. തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിയോഗം താങ്ങാവുന്നതിലും ഏറെയായിരുന്നു കാവ്യയ്ക്ക്. ആ സമയത്ത് കാവ്യയ്ക്കായാലും മാമാട്ടിക്കായാലും സാന്ത്വനമേകിയത് മകളായ മീനാക്ഷി തന്നെയാണ്. സത്യം പറഞ്ഞാൽ അമ്മയെപ്പോലെ തന്നെയാണ് മീനാക്ഷി മാമാട്ടിയെ സ്നേഹിച്ചതും ലാളിച്ചതും ഒക്കെ തന്നെയും. ചേച്ചി അമ്മയാണ് മീനാക്ഷി സത്യം പറഞ്ഞാൽ മാമാട്ടിക്ക്. ഇപ്പോൾ മാമാട്ടിയുടെ കൂടെ മീനാക്ഷി തന്നെയാണ്. അമ്മച്ചൻ മരണപ്പെട്ടു എന്നുള്ള കാര്യവും ഇനി അമ്മച്ചൻ നമ്മുടെ കൂടെ ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യവും മകളായ മാമാട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി ബുദ്ധിയും ഇടുക്കുമുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മാമാട്ടിക്ക് പെട്ടെന്ന് തന്നെ മീനാക്ഷി പറയുന്നത് മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ മാമാട്ടി എല്ലാം ആയിരുന്നു അവളുടെ അമ്മച്ചൻ. മീനാക്ഷിക്കും അങ്ങനെ തന്നെയായിരുന്നു. കാവ്യയുടെ അച്ഛനാണ് എന്നുണ്ടെങ്കിൽ പോലും ചെറുതിലെ മീനാക്ഷി ദിലീപിനോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ തന്നെയും എത്തുമായിരുന്നു. ആ സമയത്ത് കാവ്യയോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുമായിരുന്നത് അച്ഛൻ തന്നെയായിരുന്നു. അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു മീനാക്ഷിക്ക് കാവ്യ മാധവന്റെ അച്ഛനെ. പിന്നീട് എല്ലാവരും ഒരു കുടുംബമായി മാറിയതോടെയും ആ സ്നേഹവും ബന്ധവും ദൃഢമാവുകയായിരുന്നു. അച്ഛൻ മരണപ്പെട്ടതിന്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോൾ മീനാക്ഷിയും എന്നും പറഞ്ഞേ മതിയാകൂ.